ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഷാലോം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 7-ാം തിരുലിഖിതം. കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു. ആ വചനം അച്ഛനെന്ന് പറയാം. നിങ്ങളെല്ലാവരും അതൊന്ന് ഏറ്റു പറയണം. നിങ്ങൾ ഭവനങ്ങളിൽ ഇരിക്കുന്നവർ കുടുംബമായി ഒരുമിച്ച് വചനം റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ഏറ്റു പറയണം. അത് ആ ഭവനം മുഴുവനും നിറയട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനത്തിൻ്റെ ശക്തിയാൽ അനേകം അന്ധകാര പീഡകൾ വിട്ടുമാറിപ്പോകും. അനേക രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയും. അനേകം തരത്തിലുള്ള മനസ്സിൻ്റെ പീഡകൾ നീങ്ങും. വലിയ ദൈവശക്തി ആ ഭവനത്തിൽ, നിങ്ങൾ ഇരിക്കുന്ന റൂമിൽ, ആ പ്രദേശത്ത് ദൈവശക്തി ഈ വചനം വഴി വ്യാപരിക്കാൻ കർത്താവ് ഇടവരുത്തും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു. ലോകം നിറഞ്ഞിരിക്കുന്നു. എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആത്മാവ് സർവ സ്ഥലങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ്. ഇംഗ്ലീഷിൽ RSV ബൈബിളിൽ, RSVയിൽ ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 1 verse 7 we read like this: because the spirit of the Lord has filled the world, and that which holds all things together knows that what is said. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവ് എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും അവിടെ ഇരുന്ന് ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ, നിങ്ങൾക്ക് മനസ്സിൻ്റെ ഭാവം ഒന്ന് മാറുമ്പോൾ അത് കർത്താവ് അറിയും. നിങ്ങൾ കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഞാൻ പാവപ്പെട്ടവനാണ്, ഞാൻ ദരിദ്രനാണ്, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ അത് കർത്താവ് കാണുന്നുണ്ട്. മനസ്സ് മാറി, കർത്താവിൻ്റെ സഹായം എനിക്ക് ആവശ്യമില്ല, അതും കർത്താവ് കാണുന്നുണ്ട്. ഒരു അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ആലീസ് ജോസഫ്. ഞാൻ മണലാടി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ വയറ്റിലെ ഗ്യാസ് ട്രബിളിൻ്റെ അസുഖമായിട്ട് 20 വർഷം പഴക്കമുള്ളതാണ്. 20 വർഷം വയറിൽ ഗ്യാസിൻ്റെ പ്രോബ്ലം. ഞാൻ എല്ലാ ഞായറാഴ്ചയും അഭിഷേകാഗ്നി വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് പൂർണ്ണമായിട്ട് സുഖപ്പെടുവാണെങ്കിൽ ഞാൻ സാക്ഷ്യപ്പെടുത്താവുന്നു. കുറച്ച് നാൾ പ്രാർത്ഥിച്ചു, എനിക്ക് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. ഇനിയും മേലിൽ ഇത് ഉണ്ടാകുകയില്ലെന്ന് ഞാൻ വിചാരിച്ചു പോയി. പക്ഷെ ഞാൻ സാക്ഷ്യപ്പെടുത്തിയില്ല. അതായത് സുഖപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വഭാവം മാറി. ഇനി ഒരിക്കലും ഉണ്ടാകാൻ പോണില്ല, സാക്ഷ്യപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് വിചാരിച്ചിരുന്നു. വീണ്ടും ആദ്യം പഴയതിലും ശക്തമായിട്ട് എനിക്കുണ്ടായി. അതാ അപ്പോഴാണ് മൂപ്പര് ശരി നിന്നെ ഞാൻ നേരാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞ് അതിശക്തമായി ആ ഗ്യാസ് ട്രബിൾ എല്ലാം കൂടെ കൂടി വന്ന് തവിട് പൊടിയാക്കി. എന്നിട്ടോ എനിക്ക് ആൻറ്റിബയോട്ടിക് കഴിക്കാനോ ഒരു ഭക്ഷണം, ഗ്യാസിന് പിടിക്കാത്ത ഒരു ഭക്ഷണം കഴിക്കാനോ പറ്റത്തില്ലാതെ വളരെ കഷ്ടപ്പെട്ടപ്പോൾ ഞാൻ പിന്നെ നേർന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ എനിക്ക് സുഖപ്പെടുവാണെങ്കിൽ ഞാൻ എങ്ങനെയാണേലും സാക്ഷ്യം പറഞ്ഞേക്കാവുന്നു. യേശുവേ ഒരു അബദ്ധം പറ്റി, സോറി, അത് മാപ്പാക്കണം, ഇനി മേലെ ഞാൻ അങ്ങനത്തെ ഒരു സ്വഭാവം എടുക്കില്ല, അതുകൊണ്ട് ഇനി എന്നെ ശരിക്കും സുഖപ്പെടുത്തണം, ഞാനത് ഡെഫിനറ്റായിട്ടും സാക്ഷ്യപ്പെടുത്തിയിരിക്കും എന്ന് ഉറപ്പ് ഈശോയ്ക്ക് കൊടുത്ത്. ഇനിയിപ്പം 3 മാസത്തോളമായി എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. ആ പ്രാർത്ഥന അന്ന് തന്നെ അഭിഷേകത്തിന് കണ്ടിട്ട് പറഞ്ഞത് അന്ന് ഈശോ സുഖപ്പെടുത്തി. പിന്നെ ഇന്ന് വരെ ഒരു തരി പൊളിച്ചതായിട്ടല്ലോ ഗ്യാസിന്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായി, ഇതുപോലുള്ള പ്രശ്നമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ മകന് സൈനസൈറ്റിസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അവനിങ്ങനെ ചെറിയൊരു പനി വന്നാൽ മതിയായിരുന്നു, ശ്വാസം പോലും 2 മൂക്കും അടഞ്ഞു പോകും, ശ്വാസം വിടാൻ പറ്റത്തില്ല, വായിക്കൂടെയാണ് ശ്വാസം വിട്ടുകൊണ്ടിരുന്നത്. ഞാനത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അഭിഷേകാഗ്നിയിലെ സാക്ഷ്യം കേട്ടോണ്ട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അവൻ്റെ തീർത്തും അത് മാറിക്കിട്ടി. അവനൊരു ദിവസം ചെറിയ പനി വന്നപ്പോൾ അങ്ങ് മൂക്ക് ചീറ്റിയപ്പോൾ ഒരു ടാബ്ലറ്റിൻ്റെ വലിപ്പത്തിൽ മുക്കളയുമായിട്ട് ചാടിപ്പോയി. പിന്നെ ഇതുവരെ അവന് സൈനസൈറ്റിൻ്റെ അസുഖം ഒന്നും ഉണ്ടായിട്ടുമില്ല. അഭിഷേകാഗ്നിയിൽ വെച്ച് ഈശോ അത്ഭുതകരമായിട്ട് ആ കുട്ടിയെയും സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. കൈ ഉയർത്തി നന്നായിട്ട് കൈയടിച്ചേ. പോരാ പോരാ പോരാ, കൈ ഉയർത്തി നന്നായിട്ട് ശക്തിയോടെ കൈയടിച്ചേ. പോരാ.
വാഴ്ത്തുന്നു നാഥാ നിൻ നാമത്തെ, സ്തുതിക്കുന്നു നാഥാ നിൻ ശക്തിയെ, വാഴ്ത്തുന്നു നാഥാ നിൻ നാമത്തെ. എണ്ണിയാ തീരാത്ത നന്മകൾ ചെയ്തവൻ എന്റെ യേശുനാഥനല്ലോ, എന്റെ യേശുനാഥനല്ലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ എളിമപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ചെയ്യുന്നതും പറയുന്നതും വിചാരിക്കുന്നതും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന സർവഭാവങ്ങളും അറിയുന്ന ദൈവമാണ് സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന കർത്താവ്. എഴുന്നേറ്റ് നിന്ന് എളിമയോടെ പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഈ അഭിഷേകത്തിന് കൂടാനുണ്ടെങ്കിൽ അവരെല്ലാം വിളിച്ച് ഒരുമിച്ച് നിർത്തുക. ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. സർവത്തെയും ആശ്ലേഷിക്കുന്ന സർവ്വത്തെയും ആശ്ലേഷിക്കുന്ന സർവശക്തനായ ദൈവമേ, സർവശക്തനായ ദൈവമേ, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മഹാശക്തിയായ ദൈവമേ, മഹാശക്തിയായ ദൈവമേ, എന്റെ രോഗത്തിലേക്ക് വരണമേ, എന്റെ രോഗത്തിലേക്ക് വരണമേ, എന്റെ പ്രയാസത്തിലേക്ക് വരണമേ, എന്റെ പ്രയാസത്തിലേക്ക് വരണമേ, എന്റെ കുടുംബത്തിലേക്ക് വരണമേ, എന്റെ കുടുംബത്തിലേക്ക് വരണമേ, എന്റെ ഈ സമൂഹത്തിലേക്ക് വരണമേ. ഈ സമൂഹത്തിലേക്ക് വരണമേ. അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. അങ്ങേക്ക് സാധ്യമായി യാതൊന്നുമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവേ, യേശുവേ, അങ്ങയുടെ സർവശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ സർവശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി കുടുംബം ഒരുമിച്ച് ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ രാജാവേ, മഹത്വത്തിന്റെ കർത്താവേ, ഹൃദയങ്ങളെ അറിയുന്നവനേ, മനസ്സിന്റെ വിചാരങ്ങൾ പോലും അറിയുന്ന കർത്താവേ, കണ്ണുനീർ അറിയുന്നവനേ, നിലവിളി അറിയുന്നവനേ, മനസ്സിന്റെ തകർച്ച അറിയുന്നവനേ, ഇപ്പോൾ വരണമേ, ഇപ്പോൾ വരണമേ, ഇപ്പോൾ സ്പർശിക്കണമേ, ഇപ്പോൾ സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഓ സ്നേഹപിതാവേ, ഇന്ന് ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളെ അനുഗ്രഹിക്കണമേ. സ്നേഹപിതാവേ, ഇന്ന് ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. ബാലികാബാലന്മാരെ അനുഗ്രഹിക്കണമേ, യുവതിവാക്കന്മാരെ അനുഗ്രഹിക്കണമേ, സർവ്വ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. സർവ്വദേശങ്ങളിലും സർവ്വ രാജ്യങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയെ പങ്കുചേരുന്ന എളിയ മക്കളെ മുഴുവൻ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, വലിയ ജോലിയൊന്നുമില്ല, ഒരു സാധാരണ മനുഷ്യൻ, അദ്ദേഹം വന്നിട്ട് പറയുകയാണ്, അച്ഛാ, എൻ്റെ ചെറുപ്പം തൊട്ട് വകതിരിവില്ലാത്ത ഒരു ജീവിതമായിരുന്നു എൻ്റെ ജീവിതം. എനിക്ക് ആരെയും പേടിയില്ല, എനിക്ക് ഒരാളോടും ബഹുമാനമില്ല. എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളോ എൻ്റെ ഭാര്യ വീട്ടുകാരോ എൻ്റെ സ്വന്തം അപ്പനും അമ്മയോ എൻ്റെ ഇടവപ്പള്ളി എൻ്റെ വികാരിച്ചതൊന്നും എനിക്കൊരു വിഷയമല്ല. എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യും, കുടിക്കാൻ തോന്നിയാൽ കുടിക്കും. അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ദുർനടപ്പായിരുന്നു എൻ്റെ ജീവിതം. ആ മനുഷ്യനെ 1994 തൊട്ട് ഞാൻ അറിയുന്നതാണ്. എനിക്കിവിടെ അറിയാൻ അട്ടപ്പാടി വന്ന ആദ്യ കാലത്ത് തന്നെ പരിചയപ്പെട്ടൊരു മനുഷ്യനാണ്. 20 വർഷം കഴിഞ്ഞു. അദ്ദേഹം പറയുകയാണ്, ഇപ്പോൾ ഞാൻ ആകെ മാറിപ്പോയി അച്ഛാ, ഇപ്പം എനിക്കൊരു പാപം ചെയ്യാൻ തോന്നുന്നില്ല, എൻ്റെ ജീവിതം ആകെ മാറിപ്പോയി. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ മാറ്റത്തിൻ്റെ തുടക്കം ഉണ്ടായത്? അദ്ദേഹം പറയുകയാണ്,
അദ്ദേഹം അങ്ങനെ മൂക്കറ്റം കുടിച്ചും ആളുകൾ തെറി പറഞ്ഞും ഈ ഒരു ആടിനെയൊക്കെ വേണമെങ്കിൽ വാക്കത്തിൽ ഒറ്റ വെട്ടിന് ആടിൻ്റെ കഴുത്ത് തെറിച്ചു. അതേമാതിരി ക്രൂരതയുള്ള ഒരു മനുഷ്യനായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ട് 94 ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വന്ന ആദ്യത്തെ വർഷം. അപ്പോൾ ഈ മനുഷ്യൻ ഒരൊറ്റ വെട്ടിന് ആടിൻ്റെ കഴുത്ത് തെറിച്ചു പോയി. ആ കംപ്ലയിൻറ്റുമായിട്ട് അപ്പോൾ ആളുകൾ വന്ന് ഈ വലിയ കംപ്ലയിൻറ്റ് തീർക്കാനൊക്കെ ഞാനും കൂടെ ഇടപെട്ട ഒരു വിഷയമാണത്. അങ്ങനത്തെ ഒരു ക്രൂരനായ മനുഷ്യനായിരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജീവിതം ആകെ മാറിപ്പോയി, ഇതെനിക്ക് ആരെയും വേദനിപ്പിക്കാൻ പറ്റുന്നില്ല, ഇതെൻ്റെ ജീവിതത്തിന് ചിട്ടയും ക്രമവും വന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഉണ്ടായത്? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാനൊരു ദിവസം ഉറങ്ങിക്കിടക്കുമ്പം, മദ്യപിച്ച് അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എനിക്ക് വലിയ ഒരു സ്വപ്നം ഉണ്ടായി. സ്വപ്നത്തിൽ ദൈവം അദ്ദേഹത്തോട് ഇങ്ങനെ പറയണതാണ് അദ്ദേഹം കേൾക്കുന്നത്. വലിയ ഇടിവെട്ടിൻ്റെ സ്വരത്തിൽ ഒരു സ്വരം അദ്ദേഹത്തോട് സംസാരിക്കുന്നത് അദ്ദേഹം കേൾക്കണത്. ഞാൻ ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ്, എൻ്റെ കണ്ണിൽ നിന്ന് മറഞ്ഞിരിക്കാൻ നിനക്ക് കഴിയുമോ? ഈ ഒരു ചോദ്യമാണ് അദ്ദേഹം സ്വപ്നത്തിൽ ഇടിവെട്ടിൻ്റെ സ്വരത്തിൽ കേൾക്കുന്നത്. അദ്ദേഹത്തിന് അന്ന് രാത്രി ഭയങ്കര ഒരു അനുഭവം ഉണ്ടായി. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ തൊട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സാകെ ദൈവഭയമുള്ള ദൈവചിന്തയുള്ള ഒരു മനസ്സായി മാറി. അദ്ദേഹം എങ്ങോട്ട് തിരിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ദൈവവിചാരം അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ സർവ്വ തിന്മകളും വിട്ടുപോയി. കാരണം സദാ ഒരു ദൈവവിചാരം അദ്ദേഹത്തെ ഗ്രസിക്കുകയാണ്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യനോട് സംസാരിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് ഇവിടെ ഈ ധ്യാനകേന്ദ്രത്തിൽ വന്നിരുന്ന് ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയപ്പോൾ ജെറമ്യ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ 23-ാമത്തെ അധ്യായത്തിലെ 24-ാമത്തെ തിരുലിഖിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് എൻ്റെ ശ്രദ്ധയെ ക്ഷണിച്ചു. ജെറമ്യ പ്രവചനം 23-ാം അധ്യായം 24-ാമത്തെ തിരുലിഖിതം. എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ സങ്കേതങ്ങളിൽ ഒളിക്കാൻ കഴിയുമോ? എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ സങ്കേതങ്ങളിൽ ഒളിക്കാൻ കഴിയുമോ? സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ? കർത്താവാണ് ഇത് ചോദിക്കുന്നത്. എനിക്ക് കാണാൻ കഴിയാത്ത വിധം രഹസ്യ സങ്കേതങ്ങളിൽ മറഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ജെറമ്യ പ്രവചനം 23-24. ഗുഡ് ന്യൂസ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ബുക്ക് ഓഫ് ജെറമായ ചാപ്റ്റർ 23 വേഴ്സ് 24. I am a God who is everywhere and not in one place. No one can hide where I cannot see him. Do you not know that I am everywhere in heaven and on earth? Do you not know that I am everywhere in heaven and on earth? ഇത് ദൈവം എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന കർത്താവല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡും, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ഓരോ ചിന്തകളും, നമ്മുടെ ഓരോ കണ്ണുനീരും, ഓരോ വേദനയും, ഓരോ വിഷമവും കർത്താവ് അറിയുന്നുണ്ട്. ഇത് കർത്താവിന് അജ്ഞാതമല്ല. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ട് നിങ്ങൾ ഓരോ സ്ഥലത്തും ഇരിക്കുമ്പോൾ അവിടെ കർത്താവുണ്ട്. നിങ്ങളുടെ കസേരയുടെ അരികിൽ കർത്താവുണ്ട്. നിങ്ങളൊന്ന് കരഞ്ഞാൽ, ഒന്ന് നിലവിളിച്ചാൽ അത് കർത്താവ് കേൾക്കും. അനേകം ആളുകൾ ചോദിക്കുന്നുണ്ട്, അഭിഷേകാഗ്നിയിൽ എന്തുകൊണ്ട് ഇത്ര അത്ഭുതങ്ങളൊക്കെ നടക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കർത്താവ് ഒരു സ്ഥലത്ത്, അട്ടപ്പാടിയിൽ മാത്രമാണെങ്കിൽ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ഇന്നൊരു സ്ഥലത്ത്, ഇന്നൊരു തീർത്ഥാടന കേന്ദ്രം, അങ്ങനെയല്ല. കർത്താവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സ്ഥലങ്ങളിലും കർത്താവുണ്ട്. I am a God who is everywhere and not in one place only. ഓരോരുത്തരുടെ അരികിലുണ്ട്. അവിടെ ഇരുന്ന് കരഞ്ഞാൽ, അവിടെ ഇരുന്ന് പറഞ്ഞാൽ, അവിടെ ഇരുന്ന് നിലവിളിച്ചാൽ അത് കർത്താവ് കേൾക്കും. ഒരു വ്യക്തിയുടെ അനുഭവം നമ്മൾ ശ്രദ്ധിക്കാം. എൻ്റെ പേര് നീനു, തൃക്കൃത്താന സെൻറ്റ് സേവിയർ ഫൊറോന ചർച്ചിൽ നിന്ന് വരുക. എനിക്ക് 3 വർഷമായി എൻ്റെ കൈവിരൽ ഓരോന്നോരോന്ന് മാറി മാറി പഴുക്കുന്നു. 2 ഡോക്ടർമാരെ കാണിച്ചു. അവർ 2 പേരും പറഞ്ഞു എനിക്ക് വെള്ളവും സോപ്പ് ഉപയോഗിക്കരുത്, ഗ്ലൗസ് ഇട്ടുകൊണ്ടേ ജോലി ചെയ്യാൻ പറ്റുമെന്നാണ് 2 ഡോക്ടർമാരും പറഞ്ഞത്. എൻ്റെ കുഞ്ഞിന് വല്ലതും ഭക്ഷണം കൊടുക്കുവാനോ ജോലി ചെയ്യാനോ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ കൈ പഴുപ്പും വെച്ചുകൊണ്ട് വളരെയധികം കഷ്ടപ്പെട്ടു.
കഴിഞ്ഞ 5 മാസം മുമ്പ് അഭിഷേകാദി ഞായറാഴ്ചത്തെ 8:30 കൺവെൻഷന് ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ എൻ്റെ കൈ ഒന്ന് പൂർണ്ണമായി സുഖപ്പെടുത്തി തരണേ എന്ന്. അന്ന് വിശ്വാസത്തോട് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ വേറൊരു സാക്ഷി ഞാൻ കേട്ടു. 10 വിരലും പഴുത്ത് ഒരു വിദ്യാർത്ഥിനിയുടെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുക, അതിൻ്റെ ചോരയും വെള്ളവും പഴുപ്പും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ 10 വിരൽ സുഖപ്പെട്ടു. എൻ്റെ ഈശോയെ എൻ്റെ വിരലും ഒന്ന് സുഖപ്പെടുത്തണമെന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ വിരലുകൾ പൂർണ്ണമായി സുഖപ്പെട്ടു. ഇപ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കുന്നില്ല, പരിപൂർണമായി സൗഖ്യം. ഇപ്പോൾ എൻ്റെ കൈ പഴുക്കുന്നില്ല. സോപ്പ് ഉപയോഗിക്കുക, സോപ്പ് പൊടി എല്ലാം ഉപയോഗിക്കുക, വെള്ളം ഉപയോഗിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പരിപൂർണമായും ഈശോ സൗഖ്യം കൊടുത്തങ്ങളെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിക്ക് ദൈവം ചെയ്തു കൊടുത്തൊരു അത്ഭുതം കേട്ട് വേദനയും കണ്ണുനീരും ദുരിതവും നിമിത്തം തളർന്നൊരു മനസ്സുമായിട്ട് ഈ എളിയ സഹോദരി കരയുകയാണ്. ഈ എളിയ സഹോദരി പറഞ്ഞു, കർത്താവ് ഇതാണ് എൻ്റെ സ്ഥിതി. അത് കാണാനും കേൾക്കാനും അവിടെ ആ വീട്ടിൽ ആ വചന ശുശ്രൂഷ സമയത്ത് കർത്താവ് സന്നിഹിതനായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് ഒരിക്കലും ആ മകൾക്ക് കരയേണ്ടി വന്നിട്ടില്ല. പിന്നെ അതിനെക്കുറിച്ച് ഒരിക്കലും അതിനെക്കുറിച്ച് കണ്ണുനീര് പൊഴിക്കേണ്ടി വന്നിട്ടില്ല. 2 കൈകൾ അങ്ങോട്ട് സുഖപ്പെട്ടു. സ്വന്തം കുഞ്ഞിന് ഒരു ചോറ് വാരിക്കൊടുക്കാനായിട്ട് സാധിക്കാതെ കരഞ്ഞ സഹോദരിയാണത്. ആ വേദന കർത്താവ് കണ്ടു. എന്നൊക്കെ പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കർത്താവിൻ്റെ സ്വന്തം നിശ്ചയമാണ്, കർത്താവിൻ്റെ സ്വന്തം ഇഷ്ടമാണ്, കർത്താവിൻ്റെ സ്വന്തം മനസ്സാണ്. ഓരോ സ്ഥലത്തും ഓരോ വീട്ടിലും എങ്ങനെ പ്രവർത്തിക്കണം, നമ്മുടെ മനസ്സ് കണ്ട്, നമ്മുടെ ചിന്തകൾ കണ്ട്, നമ്മുടെ ഹൃദയങ്ങൾ കണ്ട് കർത്താവ് ഇടപെടുകയും കർത്താവ് പ്രവർത്തിക്കുകയും കർത്താവ് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. യെശയ്യാ പ്രവചനത്തിലും ഇതിനെക്കുറിച്ച് മറ്റൊരു പ്രബോധനം നമുക്ക് കാണാൻ സാധിക്കും. യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 28-ഉം 29-ഉം തിരുലിഖിതങ്ങൾ. ബുക്ക് ഓഫ് ഐസായ ചാപ്റ്റർ 40 വേഴ്സസ് 28 and 29. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, നിങ്ങൾ കേട്ടിട്ടില്ലേ, കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സ്രഷ്ടാവുമാണ്. കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സ്രഷ്ടാവുമാണ്. ഇതൊരു വലിയ ആത്മീയ യാഥാർത്ഥ്യമാണ്. എന്ന് പറഞ്ഞാൽ സർവത്തിൻ്റെയും അധിപതിയായ ദൈവം, സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന കർത്താവ്, ലോകം മുഴുവനും നിറഞ്ഞിരിക്കുന്ന കർത്താവ്, മനുഷ്യ പറഞ്ഞ ഓരോ വാക്കും കേൾക്കുന്ന കർത്താവ്, ഓരോ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന പാവങ്ങൾ അറിയുന്ന കർത്താവ്, നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും രാജാവും തന്നെ. അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. അവിടുന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തതല്ലേ, ഈ 2000 വർഷം പ്രവർത്തിച്ചതല്ലേ, ഇപ്പൊ കർത്താവ് ക്ഷീണിച്ച് കാണുമായിരിക്കും. അങ്ങനെ ആരും ധരിച്ചു വശാകരുത്. അല്ലെങ്കിൽ ഈ അഭിഷേകത്തിന് സമയത്ത് ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവ് എൻ്റെ ചെറിയ കാര്യം കേൾക്കുമോ, എൻ്റെ ചെറിയ കാര്യം കാണുമോ, അങ്ങനെ ധരിച്ച് ചിന്തിച്ചിരിക്കരുത്. അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ്. എന്തുകൊണ്ട് ഞാൻ ഇത്രയും കാലം കൂടിയിട്ട് എനിക്കിത് കിട്ടിയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചല്ലോ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ തളരരുത് മക്കളെ. കർത്താവ് എന്താണ് നിന്നെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്, കർത്താവ് എന്താണ് നീ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഒരു പക്ഷെ നമുക്ക് അറിയില്ലായിരിക്കാം. അതുകൊണ്ട് കർത്താവ് ഇവിടെ ഇല്ല, കർത്താവ് ഒന്നും കാണുന്നില്ല എന്ന് വിചാരിക്കരുത്. പാലക്കാട് നിന്നൊരു സഹോദരി, അല്ലെങ്കിൽ ഞാൻ ചെത്തിപ്പുഴ കൺവെൻഷന്, ചെത്തിപ്പുഴയുള്ള മൗണ്ട് കാർമൽ എന്ന ഒരു ശുശ്രൂഷാ കേന്ദ്രം, ആ ഒരു ധ്യാന കേന്ദ്രത്തിൽ CMC സിസ്റ്റേഴ്സിൻ്റെ ഒരു ധ്യാന കേന്ദ്രമാണ് ചെത്തിപ്പുഴയുള്ള മൗണ്ട് കാർമൽ. അവിടെ കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചേച്ചി ഒരു അനുഭവം പറയുകയുണ്ടായി. എൻ്റെ പേര് സ്മിത. ഞാൻ തൃക്കോടിത്താനം സെൻറ്റ് സേവേഴ്സ് ഇടവകയിൽ നിന്ന് വരുന്നു. 2 കാര്യങ്ങളാണ് എനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത്. ഞാൻ 13 വർഷമായി പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. പാലക്കാടാണോ നമ്മുടെ രാജ്യം? പാലക്കാട് പറഞ്ഞു. അപ്പോൾ ഞാനും കുട്ടികളും പാലക്കാടും ഭർത്താവ് ചങ്ങനാശ്ശേരിയിലുമായിരുന്നു. 13 വർഷമായിട്ട് ചങ്ങനാശ്ശേരിയിലേക്ക് ട്രാൻസ്ഫറിന് ശ്രമിക്കുമ്പോൾ എല്ലാം നോ വേക്കൻസി എന്ന ഒരു മറുപടിയാണ് ഹെൽത്ത് സർവീസ് ഡയറക്ടറേറ്റിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ നിരാശപ്പെട്ട് കഴിഞ്ഞ ഒരു സമയത്ത് 2012 പാലക്കാട് ടൗണിൽ
അഭിഷേകാഗ്നി കൺവെൻഷൻ ഉണ്ടായിരുന്നു. പാലക്കാട് ടൗണിൽ ഒരു ഗംഭീര അഭിഷേകാഗ്നി 5 ദിവസത്തെ പറഞ്ഞാൽ അവിടെ കൊണ്ട് വെച്ച്. അപ്പോൾ അവരിവിടെ ഒന്നുകൾ കൂടി. അപ്പം ഞാൻ അവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ കൗൺസിലിങ്ങിന് ബെനീറ്റാമേനെയാണ് എനിക്ക് കിട്ടിയത്. നമ്മുടെ സിസ്റ്റർമാരെന്ന് പറഞ്ഞാൽ ബെനീറ്റാമ എന്നോട് പറഞ്ഞു 11 ആഴ്ച അഭിഷേകാഗ്നി കൂടണം, ഈ കാര്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, ട്രാൻസ്ഫർ കിട്ടിയാൽ സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പോഴും ഒരു പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് പാല, ചങ്ങനാശ്ശേരി എന്നീ ഹോസ്പിറ്റലുകളെ ജനറൽ ഹോസ്പിറ്റലായിട്ട് ഉയർത്തുകയും സ്റ്റാഫ് വേക്കൻസി വരികയും. ഇവരങ്ങോട്ട് പ്രാർത്ഥന തുടങ്ങി പെട്ടെന്ന് പിന്നെ ബാക്കി ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം. അതാണ് ജെറമിയ 32:26 and 27. ഇവിടെ അവർ വായിക്കുന്നത്, കർത്താവ് ജെറമിയയോട് അരുളി ചെയ്തു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് അങ്ങോട്ട് ഇടപെട്ടു. പെട്ടെന്ന് തന്നെ സാധ്യത തെളിഞ്ഞു. ഇന്ന് ഞാനും എൻ്റെ കുടുംബവും ഒരുമിച്ച് താമസിക്കുന്നു. കുടുംബമായിട്ട് ഒരുമിച്ച് താമസിക്കാനും മക്കളെ നോക്കി വളർത്താനൊക്കെ അവസരം ദൈവം കൊടുത്തു. ജോലിയും ഒപ്പം ചെയ്യാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ട്രാൻസ്ഫർ ഇങ്ങോട്ട് കിട്ടി അല്ലേ? കിട്ടി. രണ്ടാമത്തെ കാര്യം, വർഷങ്ങളായിട്ട് എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു. കഴിഞ്ഞ ജൂലൈയിൽ എനിക്ക് കാല് നിലത്ത് കുത്താൻ പറ്റിയില്ല. ഇടത് കാല് കുത്താൻ ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡിസ്ക് പ്രൊലാപ്സ് ആണെന്ന് പറഞ്ഞു. മെഡിസിൻ കഴിച്ചു, കുറഞ്ഞില്ല, ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതേപോലെ സിസ്റ്റർ പറഞ്ഞ കാര്യം ഓർത്ത് 11 അഭിഷേകിനെ വീണ്ടും കണ്ട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ എനിക്ക് പെയിനേ ഇല്ല, ഡോക്ടർ ഓപ്പറേഷൻ വേണ്ട, പരിപൂർണമായ ഹീലിംഗ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കുക, എത്രയോ അത്ഭുതകരമായ വിധത്തിലാണ് കർത്താവ് ഇടപെടുന്നത്. ആ വ്യക്തി എത്രയോ നാളുകൾ പ്രാർത്ഥിച്ചു, എത്രയോ നാളുകൾ അദ്ദേഹം കഷ്ടപ്പെട്ടു, ഒരുപാട് നാളുകൾ അഭിഷേകത്തിന് കാണുന്നൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടെങ്കിലും ഒരു ദിവസം ഒരു സിസ്റ്റർ കർത്താവിൻ്റെ നാമത്തിൽ പറഞ്ഞു, നീ 11 വെള്ളിയാഴ്ച, നീ 11 ആഴ്ച നീ അഭിഷേകാഗ്നി കാണണം, അപ്പോൾ കർത്താവ് ഇടപെടും. അപ്പോൾ ഒരുപാട് തരത്തിൽ നമുക്ക് ഒരു ആത്മീയ പക്വത വരാത്തിടത്തോളം കാലം നമ്മൾ ഉടനെ അത് റെസിസ്റ്റ് ചെയ്യും. എന്താ 11 വെള്ളിയാഴ്ച, ഒരു 5 വെള്ളിയാഴ്ച കണ്ടാൽ പോരെ, അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച കണ്ടാൽ പോരെ, കർത്താവ് ഇവിടെ ഇല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനോടും കർത്താവിൻ്റെ ആത്മാവിനോട് തർക്കിക്കാൻ വേണ്ടി പുറപ്പെടുന്ന എന്തിന്? കർത്താവിൻ്റെ വചനം പറയുന്നത് എങ്ങനെയാണ്? റോമാലേഖനം 11-ാം അധ്യായം 33-34 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം, അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞേയം, അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം. എന്തെന്നാൽ ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞവൻ ആര്? അവിടത്തേക്ക് ഉപദേഷ്ടാവായത് ആര്? കർത്താവിന് ഉപദേശം കൊടുക്കുക? ഒരു വെള്ളിയാഴ്ച മതി, ഒരു പ്രാവശ്യം കേട്ടാൽ ഉടനെ നടക്കട്ടെ, അങ്ങനെയൊക്കെ പറയാൻ കർത്താവിനോട് നമ്മൾ ആര്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയ കാര്യങ്ങളിൽ പങ്കെടുക്കുമ്പോൾ, ആത്മീയ ശുശ്രൂഷകളിലേക്ക് വരുമ്പോൾ ഒരു ആത്മീയ പക്വത, ഒരു ആത്മീയ ജ്ഞാനം കൊണ്ട് പൊതിയുന്ന ഒരു അനുഭവം നമ്മുടെ അന്തരംഗത്തിൽ വേണം. ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ നമ്മുടെ ഉള്ളിൽ വേണം. ഓരോന്ന് കാണാനും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും വകതിരിവോടെ ഗ്രഹിച്ചെടുക്കാനും ഒരു ആത്മീയ അന്തരീക്ഷം നമ്മുടെ ഉള്ളിൽ വേണം. ദർ മസ്റ്റ് ബി എ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇന്നലെ പറഞ്ഞ് നമുക്കൊന്നും അറിഞ്ഞുകൂടാ. പിതാക്കന്മാരോട് ചോദിക്കുക, മുതിർന്ന തലമുറയോട് ചോദിക്കുക. അവർ അറിവിൻ്റെ നിറവിൽ നിന്ന് നമുക്ക് ചില ആത്മീയ വഴികളും ആത്മീയ കാര്യങ്ങളും പറഞ്ഞു തരും. ഇതെന്തുകൊണ്ട്, അതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ എന്നുള്ളത് ചോദ്യം വരിക സ്വാഭാവികമാണ്. ഇറ്റ് ഈസ് നാച്ചുറൽ, ബട്ട് വി ഹാവ് ടു വെയിറ്റ് ഫോർ ദ വിസ്ഡം ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ജ്ഞാനം നിറയട്ടെ, ദൈവത്തിൻ്റെ അറിവ് നമ്മുടെ ഉള്ളിലേക്ക് അവിടുന്ന് പകർന്നു തരട്ടെ. അതിനുവേണ്ടി മക്കളെ എളിമപ്പെടണം. റോമാലേഖനം 11-ാം അധ്യായം 33-34 വാക്യങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? റോമൻസ് ചാപ്റ്റർ 11 വേഴ്സസ് 33 and 34. How great are God's riches, how deep are his wisdom and knowledge, who can explain his decisions, who can understand his ways? As the scripture says, who knows the mind of the Lord, who is able to give him advice? യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ 29-ാമത്തെ വാക്യം പഠിപ്പിക്കുകയാണ്, അവിടുന്ന് തളർന്നവന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. ഒരു പാവപ്പെട്ട ഒരു എളിയ സഹോദരി, ആ സഹോദരി എത്ര പ്രാർത്ഥിച്ചിട്ടും എത്രമാത്രം നോക്കിയിട്ടും ആർക്കും സഹായിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നപ്പോൾ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ഒരു ശുശ്രൂഷക ആ ശുശ്രൂഷകയോട്, ആ സിസ്റ്ററോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ കൊടുത്തു. ഈ മകളുടെ ചിന്തയും ജീവിതവും സർവ്വം അറിയുന്ന പരിശുദ്ധാത്മാവ് ഒരു സൊല്യൂഷൻ,
ആ പ്രശ്നത്തിനൊരു പരിഹാരം, ആ മകളുടെ വേദനയ്ക്ക് ഒരു ഔഷധം, ഒരു ഏതാനും വാക്കുകൾ ഒരു ദൈവദാസിയിലൂടെ, ഒരു ശുശ്രൂഷയിലൂടെ കർത്താവ് കൊടുക്കുകയാണ്. നീ 11 വെള്ളിയാഴ്ച അഭിഷേകാഗ്നി കാണുക. അങ്ങനെയാണ് ആ കുടുംബത്തെ രക്ഷിക്കാൻ കർത്താവ് നിശ്ചയിച്ചതെങ്കിൽ തടയാൻ നമുക്ക് ആർക്ക് കഴിയും? ഈ നിമിഷങ്ങളിൽ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമുക്ക് വേഗം പ്രവേശിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് കർത്താവ് നമ്മളെ തൊട്ട് സംസാരിക്കുകയായിരുന്നു. ഒന്ന്, ദൈവത്തിൻ്റെ ആത്മാവ് സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നു. നമ്മുടെ ഒരു ചെറിയ ചിന്ത പോലെ അവിടെ നിന്ന് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. 2, ദൈവമെല്ലാം ദൈവത്തിൻ്റെ സ്വന്തം ഇഷ്ടം അനുസരിച്ച് ചെയ്യുന്നു. സുഖപ്പെടുത്താൻ തോന്നുന്നവർ അവിടുന്ന് സുഖപ്പെടുത്തുന്നു. 11 വെള്ളി എന്ന് പറഞ്ഞാൽ 11 വെള്ളിയാഴ്ച സുഖപ്പെടുത്താൻ അവിടുന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ 11 വെള്ളിയാഴ്ച കൊണ്ട് സുഖപ്പെടുത്തുന്നു. എല്ലാം അവിടുത്തെ സ്വന്തം ഇഷ്ടത്തിൽ ചെയ്യുന്നു. അവിടുത്തെ മനസ്സറിഞ്ഞത് ആര്? അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞേയം! അവിടുത്തെ അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ആഴം എത്രയോ വലുത്! ഈ നിമിഷങ്ങളിൽ നമുക്ക് കരണീയമായിട്ടുള്ളത്, നമ്മുടെ എല്ലാം അറിയുന്ന ദൈവത്തിന് മുമ്പിൽ 2 കരങ്ങൾ ഉയർത്തി, ദൈവമേ, എൻ്റെ നിലവിളി, എൻ്റെ പ്രാർത്ഥന, എൻ്റെ കുടുംബത്തിൻ്റെ അപേക്ഷ ഇതാ ഞാൻ സമർപ്പിക്കുന്നു. ഹൃദയം നുറുങ്ങി കർത്താവിന് മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. എത്ര പേർക്ക് യേശുവിനെ വിളിക്കാമോ അത്ര പേർക്ക് യേശുവിനെ വിളിച്ച് ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. എന്നരികിൽ വന്നു നീ സാന്ത്വനം പകരണേ. അഗ്നി അഗ്നി അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിൻ അഗ്നി. യേശുവിൽ വളരാൻ തിന്മയെ ജയിക്കാൻ നിറയ്ക്കുക അഭിഷേകാഗ്നി. അഗ്നി അഗ്നി അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിൻ അഗ്നി.